സൂറത്തുൽ യാസീനിൽ ഒരായത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറയുന്നു. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ ആർക്ക് പറയാം? ശംസു സൂര്യനും ചന്ദ്രനും അതിന്റെ സഞ്ചാര പദങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സഞ്ചാര പദങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ തഫ്സീറുകൾ കാണാം. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, യസ്ബഹൂൻ എന്ന് പറഞ്ഞാൽ യജ്രി. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി യസ്ബഹൂൻ എന്ന് പറയുന്ന ആ വാക്കിൽ തഫ്സീർ കൊടുത്തിരിക്കുന്നത് യജ്രി എന്നാണ്. യജ്രി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ സബഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നീതി തുടിക്കുക. സബഹ നീതി. ഈ അടുത്ത കാലത്താണ് ശാസ്ത്രം പറഞ്ഞത് സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളുമൊക്കെ വെള്ളത്തിൽ കൂടിയിരുന്നത് പോലെയാണ്. ഗ്രഹങ്ങളൊക്കെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ കൂടിയിട്ട് പോകുന്നത് പോലെ. അതായത് മറ്റുള്ളവയെ മാറ്റിക്കൊണ്ടാണ് അത് മുന്നോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നതെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യന്റെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ സഞ്ചാരത്തെ കുറിച്ച് പറയാൻ ഖുർആൻ ഉപയോഗിച്ച പദവും അവിടെ നമ്മളെ കഴിഞ്ഞ കാലത്ത് മുഫസ്സിറുകൾ പറഞ്ഞിരുന്നു ഇതൊരു ആലങ്കാരിക പ്രയോഗമാവാം. നീതി തുടിക്കുന്നു എന്ന് ആലങ്കാരിക പ്രയോഗമാവാം. ആലങ്കാരിക പ്രയോഗമല്ല, ഇതിനെ ശ്രദ്ധിച്ച തമ്പുരാനാണ് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഏത് ശാസ്ത്രമാണ് ഒരു യാത്ര നടത്തിയത്? തഫ്സീറിൽ കാണാം ദുനിയാവിൽ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ കാണാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സർക്കാർ അലി റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുന്നത് ഖുർആൻ ഓതിയപ്പോൾ ആകെ പേടിച്ചു. കാരണം മദ്യപിച്ചിട്ടുണ്ടായില്ല, മദ്യനിരോധനം ഉണ്ടായിട്ടില്ല. മദ്യം ഓർമ്മ കുടിക്കാൻ പറ്റുന്ന പാനീയമായിരുന്നു. അതുകൊണ്ട് അവർ കുറ്റക്കാരില്ല. അതുവരെ അവർ മദ്യം ഉപയോഗിച്ചിരുന്നു, നന്നായിട്ട് മദ്യപാനം നടത്തിയിരുന്നു. അങ്ങനെ മദ്യപാനിയായിട്ട് മദ്യം കഴിച്ചതിന്റെ ശേഷം അവർ നിസ്കാരത്തിൽ ഏർപ്പെട്ട് നിസ്കാരത്തിൽ പുള്ളിയായി നോക്കി നല്ല രവിക്കോദ്യായിട്ട് പുതിയ ആൾക്കാരുടെ നല്ല ലെവലുള്ള സമയത്ത് ലെവലിൽ കൊണ്ടേക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇത് പിന്നെ ലെവലിലെത്തി ചോദ്യം പറയാം, അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നില്ല മാത്രമല്ല, ഇതിന്റെ അർത്ഥങ്ങളിലും വലിയ മാറ്റം ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു തആല റസൂൽ കാലത്തിൽ ഓടിയിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിന്റെ തീരുമാനം ഉണ്ടാകണം. അപ്പോഴാണ് ഇത് ഖുർആൻ ഓതി മാത്രമല്ല ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ അടിയുണ്ടായി. ഒട്ടകത്തിന്റെ എല്ലുകൊണ്ട് പരസ്പരം കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടമായപ്പോഴാണ് ഖുർആൻ പറയുന്നത് അഫലാ തഖൂൻ, അവസാനിപ്പിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിച്ചപ്പോൾ അവൻ ഖുർആനിനോട് അത്രമാത്രം മടുത്ത ആളുകളായതുകൊണ്ട് ഖുർആൻ സ്വീകരിക്കാൻ മാത്രം മനസ്സ് കാട്ടപ്പെട്ടതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു അന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കാതിരിക്കാനോ മദീനയിലെ ആ പരിപാലനങ്ങളിലൂടെ മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് മദ്യത്തിന്റെ പഴവെത്തിയവരാണ് മഹാന്മാരായ സഹാബികൾ. കാരണം ഖുർആനിൽ പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല. അതിന് മുമ്പ് പറഞ്ഞു നമ്മൾ ചോദിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിയമം മാറ്റിയെന്നല്ലാതെ വേറെ നിയമങ്ങളൊന്നും മാറിയിട്ടില്ല. ഖുർആനിനോട് ചേർന്നവരൊക്കെ അല്ലാഹു തആല വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം കേൾക്കാൻ കടന്നു വന്ന ഏകോര പ്രദേശത്തുള്ള ഈ മദ്രസയുടെ ഹാളിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, നമ്മുടെ കുടുംബം പറയുന്നത് നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ എന്റെ കുടുംബക്കാരനാണ് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്റെ വല്യപ്പാൻ പറഞ്ഞിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുക. എന്റെ വല്യപ്പ കാരണം അദ്ദേഹം അങ്ങനെ വളരെ ആദരണീയനായി മനസ്സിലായി. ആ കുടുംബത്തിൽ ജനിച്ച ആളാന്ന് പറയാൻ ഭയങ്കര അഭിമാനമാണ്. നമുക്കൊക്കെ അങ്ങനെ കുടുംബം പറയുന്നത് അഭിമാനമുണ്ട്. എന്നാൽ അല്ലാഹു തആല കുടുംബത്തെ പരിചയപ്പെടുത്താൻ ഇപ്പൊ നമ്മളൊക്കെയും ഒരു കുടുംബമാണ്. ഖുർആനെ കുറിച്ച് പറയാൻ വന്നവരാണ്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്, ഖുർആന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ്. ഖുർആനെ സ്നേഹിച്ചോ, ഖുർആനെ പഠിച്ചോ, ഖുർആനെ ചിന്തിച്ചോ,
ഖുർആനിലേക്ക് നോക്കിയോ, ഖുർആനെ സ്നേഹിച്ചോ, അവർ അള്ളാഹുവിന്റെ കുടുംബമാണ്. അള്ളാഹു അവരെ കൈവിടിയില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആനെ സ്നേഹിച്ച ഒരു മനുഷ്യനെ വേദനയാക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ല. മഹാന്മാരായ സ്വഹാബത്ത് ഖുർആനെ സ്നേഹിച്ചവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് നൽകിയ സ്ഥാനമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഹബീബായ തങ്ങളോട് ചോദിച്ചു, കാണാൻ ഖുർആൻ ഓതണ്ടേ? അപ്പോ റസൂൽ പറഞ്ഞു, ഇപ്പൊ ഖുർആൻ പരസ്യമാക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുബൈൽ പ്രത്യേകത വെച്ചാൽ നെരിഞ്ഞ മനുഷ്യനാണ്. എല്ലാവരും കയ്യൊക്കെ തെല്ലിന്റെ പറഞ്ഞുകൊണ്ട് വളരെ നെരിഞ്ഞ മനുഷ്യൻ, ശാരീരികമായി ഇതേ ഒരു കഴിവില്ലാത്ത തോട്ടത്തിലാണ്. പക്ഷേ സ്വതസിദ്ധമായ ശരീരമാണ്. മുബൈലിന്റെ ആഗ്രഹം ആരുടെ അടുത്ത് ഖുർആൻ. കാരണം ഖുർആൻ കേട്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. നബി പറഞ്ഞു, വേണ്ട, ഇബ്നു മസ്ഊദ് തങ്ങൾ കബറം സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ ആളുകൾ ചെയ്തേക്കാം. ഖുർആൻ ഓതുമ്പോൾ വീണ്ടും പറഞ്ഞു, നബിയെ ഞാൻ ഖുർആൻ ഓതണ്ടേ? ആഗ്രഹം പൂത്തുലയുകയാണ്. വീണ്ടും വീണ്ടും ചോദിച്ചവരെ പറഞ്ഞു, എന്നെ കഅബാലയത്തിന്റെ ചാരത്ത് പോയി തോന്നിക്കോളൂ. വളരെ മനോഹരമായി കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ആളുകൾ കേട്ടാൽ ആ സമയം എല്ലാ ആളുകളും സസംതം കേട്ടുകയുള്ള രൂപത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങി. കഅബാലയത്തിന്റെ പരിസരം എല്ലാവരും വളരെ സൈലന്റായി ഇബ്നു മസ്ഊദ് ഖുർആൻ കേട്ട് എല്ലാവരും സ്തംഭിച്ചിരിക്കുകയാണ്. അബൂജഹൽ ഓടി വന്ന് ഇബ്നു മസ്ഊദിനെ അടിച്ച് ചെവി കഴിച്ചിട്ട് ചെവിയിൽ നിന്ന് രക്തം പൊട്ടി മഹാനവറുകളുടെ ബോധം കെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരിക. ചെവിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അബൂജഹൽ അടിച്ചു, യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഇബ്നു മസ്ഊദ് തങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അവിടെ സമാഗതനാകുന്നുണ്ട്. നബി തങ്ങളുടെ മുഖം സങ്കടത്തോടെ വന്നാകുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇബ്നു മസ്ഊദിന്റെ വിരലുകൾ കെട്ടി ചിരിക്കുകയാണ്. എന്റെ ഇബ്നു മസ്ഊദിനാക്കി ചിരിക്കുക, എന്ത് പ്രത്യേകം, എന്തിനാണ് ചിരിക്കുന്നത്? അത് ഞാൻ ഇപ്പോഴും അറിയില്ല, പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്നു മസ്ഊദ് നന്നായി വേദനിച്ചു, ചെവിയിൽ നിന്ന് രക്തം വാർന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഹബീബായ തങ്ങൾ ഹിജറ പോയി മക്കയിലെത്തിയപ്പോൾ മക്ക കാലഘട്ടം കഴിഞ്ഞ് മദീനയിലെത്തി. മക്കയിലേക്ക് പോയ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ആളുകൾ മദീനയിലെത്തി. മദീനയിലും സ്വൈര്യവിഹാരം നടത്താൻ സമ്മതിക്കാതെ മക്കയിൽ നിന്ന് അവർ ഉപേക്ഷിച്ച എല്ലാ സ്വത്തുക്കളും എടുത്ത് അത് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം നടത്തിയിട്ട് അതിന്റെ ലാഭവുമായിട്ട് ഹബീബായ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ബദറിന്റെ രണഭൂമിയിൽ വന്നിട്ട് ഹബീബായ തങ്ങൾക്കെതിരെ ഘോരഘോരമായി യുദ്ധം നടത്താൻ സമരം പ്രഖ്യാപിച്ച് രണ്ട് വശങ്ങളിലായിട്ട് മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും പരിവർത്തിച്ചു നിൽക്കുകയാണ്. ഹബീബായ തങ്ങൾ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് യുദ്ധം കൊടുത്തിരിക്കുകയാണ്. ബദർ യുദ്ധത്തിന്റെ പ്രത്യേകത തുടങ്ങുമ്പോഴേക്ക് അവസാനിപ്പിച്ച യുദ്ധമാണ് ബദർ. തുടങ്ങുമ്പോഴേക്ക് തീർന്നു പോയിട്ടാണ്. മറ്റു യുദ്ധം അങ്ങനെയല്ല, ദിവസങ്ങളോളം നീണ്ടുപോയിട്ടുണ്ട്, മാസങ്ങളോളം നീണ്ടുപോയിട്ടുണ്ട്. ഇത് തുടങ്ങിയത് ഓർമ്മയില്ല, അപ്പൊ കഴിഞ്ഞു. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? അബൂജഹൽ പെട്ടെന്ന് വെച്ചു. അബൂജഹലിനെ കൊന്നത് രണ്ട് കുട്ടികളാണ്, ചെറിയ മക്കൾ. മുഹമ്മദും മുആദും 16 വയസ്സുള്ള രണ്ട് കുട്ടികളാണ്. അപ്പൊ ആരാണ് കൊണ്ടതെന്ന് അറിയില്ല. മുഹമ്മദും മുആദും റളിയല്ലാഹു അൻഹുമാ ഇവര് പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്റെ പുറകിലുണ്ട് രണ്ട് കുട്ടികൾ. അവരെങ്ങനെ തോന്നുന്നു? ഈ അബൂജഹൽ ആരാണ്? ഞാൻ ചോദിച്ചു, അബൂജഹൽ കാണാൻ അബ്ദുറഹ്മാൻ ഞാൻ ചോദിച്ചു, ഈ കുട്ടികൾ വെറുതെ ആളാണ് കല്ലാനൊക്കെ പോയ ആളുകൾ മസ്ലിമാരായ ആൾക്കാർ ഈ കുട്ടികൾ വെറുതെയാണ് ഞാൻ പെട്ടെന്ന് പേര് സങ്കടപ്പെട്ടിട്ടാണ്. അപ്പൊ ഞാൻ കാണിച്ചു അബൂജഹൽ പറഞ്ഞത് കൊണ്ടുണ്ട് ഇവർ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. മുഹമ്മദ് പറഞ്ഞു ഞാനാ കൊണ്ടത്, മുആദ് പറഞ്ഞു ഞാനാ കൊണ്ടത്. അരീബർ പോയത് കുത്തി കൊല നടത്തിയിട്ട് അതുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഭവം പറഞ്ഞിരിക്കും. അബൂജഹൽ ആരും കുത്തിയിരിക്കുന്നു.
യുദ്ധാനുഭവങ്ങൾ നിരച്ചതിന്റെ ശേഷം ഹബീബായ തങ്ങൾ ചോദിച്ചു, അബൂജഹൽ എന്ത് പറ്റി നോക്കാൻ ആർക്കെങ്കിലും കഴിയുള്ളൂ? ഇബ്നു മസ്ഊദ് പറഞ്ഞാൽ പോയത് ഏതായിരുന്നു? നേരത്തെ ഖുർആൻ ഓതിയ ഇബ്നു മസ്ഊദ് ഞാൻ പോവാൻ എത്തിയിട്ട് പകരം കിട്ടാണ്ട് പകരത്തിന് പകരമായിരുന്നു ഓരോരുത്തർ അവസരം നോക്കി നടക്കാൻ. ഇവിടുന്ന് വിദ്യാർത്ഥി അവിടെ കൊടുക്കും, അതിന്റെ അവസരം നോക്കി നടക്കാൻ അബൂജഹൽ എവിടെയാണ് ഞാൻ അന്വേഷിച്ചാൽ. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ ഈ ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെന്നപ്പോൾ പുതിയ പുത്തിരി ചങ്ങായിക്കാൻ നിൽക്കുക. വലിയ കൂട്ടുകാരുടെ ആൾക്കാരിനെ ഒന്നുമില്ല ജീവൻ പോകാതെ ചങ്ങായിക്കാൻ നിൽക്കുക. ഇബ്നു മസ്ഊദിനെ കണ്ടപ്പോൾ അബൂജഹൽ കൃഷിക്കാരെ നമ്മളെ ചമ്പൂറ്റുള്ള ആളുകളായി വരുന്നതാണ്. ഞാൻ ഏതായാലും തീരാനായിരിക്കുമ്പോൾ പറയാൻ അവസ്ഥ അപ്പോൾ തീരാനായ അവസ്ഥയാണ് ഞാൻ ചെയ്ത് പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചു. പക്ഷെ അവസാനത്തിൽ വീണപ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കാൻ കഴിയാതെ കടക്കുമ്പോൾ അബൂജഹലിനോട് പറഞ്ഞു, വീടാ എന്നെ ഒന്ന് അറുക്കും, എന്നെ നീക്കിയിറക്കും, കഴുത്തത്താൻ പോരാ എന്റെ സോദരങ്ങൾ നിങ്ങൾക്ക്. അങ്ങനെ അറുക്കപ്പെട്ട എന്റെ ശരീരം മുഹമ്മദിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് എന്റെ ഈ ശിരസ് കണ്ടുകൊണ്ടില്ല മുഹമ്മദിന് സന്തോഷം ഉണ്ടാകട്ടെ. അറുത്ത് കൊണ്ടുപോകല്ലോ, കാരണം അവന്റെ രംഗത്തിന് എനിക്ക് വല്ലാത്ത ഭാരം. ഇതെങ്ങനെ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഇദ്ദേഹം ചെറിയ മനുഷ്യനല്ലേ, കൊണ്ടുപോകാൻ കഴിയുമല്ലോ. തെങ്ങനെ വസന്തനാടത്ത് എത്തിക്കുന്നു നോക്കുന്ന നടക്കുമ്പോഴാണ് ഒരു കയറ് കെട്ടുക. പക്ഷെ കയറോടെ അങ്ങനെ കെട്ടും, കൗത്തിലൊന്നും കെട്ടാൻ വയ്യ. അപ്പോ ചെടി കൊരോട്ടം, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിക്ക് കുന്തം കൊണ്ട് നല്ല നീളത്തിൽ ഓട്ടത്തി അതിലൂടെ വെട്ടി വരിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സമാനമായിട്ടുണ്ട്. മുത്തിനടിയുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് അബൂജഹലിന്റെ തല അടുത്തെടുത്ത ശിരസുമായി ഇങ്ങനെ വരുമ്പോൾ അബൂജഹൽ തങ്ങളോട് പറയുന്നുണ്ട്, ശരിക്കും കഅബയുടെ പരിസരത്ത് വെച്ചിട്ട് മനോഹരമായി സുഖസിദ്ധിയിൽ ഖുർആൻ ചെടി കഴിച്ചിട്ട് രക്തം പൊട്ടിച്ച അബൂജഹലിന്റെ ആ ശിരസുമായിട്ടാണ് അവരുടെ ശരി കോട്ട കുട്ടിയിട്ട് രക്തം പൊട്ടിച്ചിട്ടാണ് അങ്ങയുടെ പ്രിയപ്പെട്ട ഇബ്നു മസ്ഊദ് വരുന്നത്. ഖുർആൻ അതാണ് മനസ്സിലാക്കുന്നത്. ഇത് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയാണ്. ഖുർആൻ ഓതിയപ്പോഴാണ് ചെവി കടിച്ചത്. ഖുർആനിന്റെ വാഹകരെ നമ്മൾ ബഹുമാനിക്കണം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങളിൽ ഖൈറാണ്. അവസരം കിട്ടിയ നമ്മൾ ആരെ കുറ്റം പറയും? ഏറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പറയുന്ന അവിടെ പറയുന്നത്. എന്തെങ്കിലും കിട്ടിയാൽ ഇംഗ്ലീഷിന്റെ പണിയാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും നല്ലവരാകാനുള്ള കാരണം അവർ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നതാണ്. അവർ ഇല്ലെങ്കിൽ ഇവിടെ ഖുർആനില്ല, ഖുർആൻ പഠിപ്പിക്കപ്പെടാൻ ഇവിടെ അവസരമില്ല. അറിയോ നിങ്ങൾക്ക്? മനോഹരമായി ഖുർആൻ ഇറങ്ങിയ സ്ഥലമാണ് സൗദി അറേബ്യ. ഇന്ന് നമ്മുടെ സംസ്ഥാന ജംഇയ്യത്തുൽ ഉന്നതനായ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത് കേട്ടു. അദ്ദേഹം മക്കയിൽ ചെന്നപ്പോൾ കഅബയിലേക്ക് എടുത്തു ചെന്നപ്പോൾ അവിടെ ഉമർക്ക് വേണ്ടി പോയ നിസ്കരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ട് കഴിയും. അപ്പൊ അയാൾ ഇതിങ്ങനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ ഈ പറഞ്ഞ വ്യക്തി അദ്ദേഹം ഖുർആൻ പഠിപ്പിച്ചിട്ട് കഴിയുന്നത് കണ്ടപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് അയാളെ ചേർന്നില്ല. ഖുർആൻ പഠിപ്പിച്ചിട്ട് കരയാണെങ്കിൽ എന്തുണ്ടായിട്ടുണ്ടാവും? ഖുർആന്റെ ഒരു ആയത്തെ ഇയാൾ ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ചോദിച്ചു, നിങ്ങളെ ചിന്തിപ്പിച്ച ആയത്തൊന്ന് പറഞ്ഞതിലേക്ക് ചിന്തിക്കാനാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മലബാരാണ്. തലയിലിങ്ങൾ കൈവച്ച് പറഞ്ഞതാണ് സംഭവം. എന്താ കാരണം അറിയാം? നല്ല വെള്ള ഡ്രസ് ധരിച്ച് ഷാളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായ കഅബയുടെ നാട്ടുകാരിൽപ്പെട്ട ആളുകൾ ഇന്നും പറയുന്നു ഖുർആനോടാണ് അറിയില്ല. നമ്മുടെ നാടിന്റെ പ്രത്യേകത, നമ്മുടെ നാട്ടുകാർ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നു.
നമുക്ക് അത്ഭുതം തോന്നി. ഞാൻ ഈ പരീക്ഷ പൊതുപരീക്ഷ കഴിഞ്ഞ് ഒരു മദ്രസയിൽ പരീക്ഷയ്ക്ക് കൊണ്ട് പോയപ്പോ 5ാം ക്ലാസ്സിലെ കുട്ടികൾ, എല്ലാ കുട്ടികളും ഒരേ ശൈലി മദ്രസയിലെ പുസ്തകങ്ങളുടെ രീതി മാറിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഖുർആൻ കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി, ഒരു ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഒരേ ഖുർആനെല്ലാവർക്കും കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പുതിയ രീതി വന്നിട്ടുണ്ട്. വളരെ കാണാൻ വേണ്ടത് എല്ലാ കുട്ടികളും വളരെ മനോഹരമായി അതേ ശൈലി ഖുർആനുണ്ട്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളോട് പറയാൻ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഖുർആൻ ആളുകളുണ്ടാകും, ഖുർആൻ സ്നേഹിക്കുന്ന ആളുകളുണ്ടാകും. ഖുർആൻ സ്നേഹിച്ച ആളുകളെ അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ട്. കാരണം അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹ്, ഖുർആന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ്. അവസാനിപ്പിക്കുകയാണ്. ഈ ഖുർആൻ ലോകത്തെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഖുർആൻ കേൾക്കുമ്പോഴേക്ക് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തെടുത്തു. ാണ് യൂസുഫ് ഇസ്ലാമിന്റെ പേരിലേക്ക് പിന്നെ മാറി. ഇയാൾ സൂറത്ത് യൂസുഫ് കേട്ടിട്ടാണ് പോപ്പുകാരനായി. അയാൾ കഴിച്ച ഒരു ആപ്പിൾ കോടിക്കണക്കിന് രൂപയ്ക്ക് അത് ലേലം വിളിച്ചു പോകാൻ മാത്രം അദ്ദേഹം ലോകത്തറിയപ്പെട്ട പോപ്പുകാരനായിരുന്നു. പിന്നീട് അദ്ദേഹം വിദേശത്ത് വെച്ച് വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ കേട്ടപ്പോൾ, ബാങ്കുകൾ കേട്ടപ്പോൾ, സൂറത്ത് യൂസുഫ് കേട്ടപ്പോൾ ആകൃഷ്ടനായി ആ മനുഷ്യൻ മുസ്ലിമായി. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആനിനെ തിരിച്ചറിയണം, ഖുർആൻ വായിക്കാൻ തയ്യാറാകണം, ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഒരു കൊല്ലത്തിൽ ഒരു നമ്മളെങ്കിലും നമ്മളോട് കഴിഞ്ഞ റമദാനിൽ ചിലപ്പോ നമ്മളെ വീട്ടിൽ മുസാഫൊക്കെ പരിശോധിച്ചാല് ആദ്യത്തെ 10 പേജിന് ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താ വീട്ടിലെ പുസ്തകത്തില് സ്ത്രീകൾക്കൊക്കെ പറയാം, വീട്ടിലെ പുസ്തകത്തിന് ആദ്യത്തെ 10ഓ 15ഓ പേജിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ടൈം കുറിച്ചിട്ടുണ്ട്, അവരെ ചളി പോലെ ആയിട്ടുണ്ടാവും. അവിടെ മുന്നോട്ട് നോക്കിയാലോ നടുഭാഗത്തും അനുഭവത്തൊന്നും ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടുണ്ടാവും. അതിന് ഇങ്ങോട്ട് തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. ഖുർആൻ നാളെ മഹ്ശറിലെത്തുമ്പോൾ എതിരെ സാക്ഷി പറയുന്ന ഒരു ബന്ധമാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ശ്രദ്ധിക്കാത്ത ആളുകളെ നോക്കിയിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹുവേ, നീ ജനത ഖുർആനിനെ വലിച്ചെറിഞ്ഞവരാണ്. ഓതാൻ കഴിയില്ലേ? നോക്കിയാൽ മതി, കൂലിയാണ്. കേട്ടാൽ മതി, കൂലിയാണ്. നോക്കിയിരുന്നാലും പ്രതിഫലമാണ്, കേട്ടാലും കൂലിയാണ്. ഒരു ഹറഫിന് 10 ഹസനത്താണ് കിട്ടുന്നത്. അത് പറഞ്ഞ ഹബീബായ തങ്ങൾ പറയാണ്, അലിഫ് ലാം മീം, അലിഫുൻ ഹറഫുൻ, ലാമുൻ ഹറഫുൻ, മീമുൻ ഹറഫുൻ. അലിഫ് ലാം മീം എന്നത് ഒരൊറ്റ ഹറഫാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 ഹസനത്താണ് ലഭിക്കാൻ പോകുന്നത്. ഖുർആനിൽ നിന്ന് ഒരൊറ്റ ഹറഫിന് മുത്തുമുഅ്മിനീങ്ങളെ, ബിസ്മിന്റെ പവറാണ്. ഉമ്മമാരെ, ഏത് സമയത്തും നമ്മളെ കയ്യിൽ ബിസ്മി ഉണ്ടാവണേ. അത് വലിയ ആയുധമാണ്. ഭക്ഷണം എടുത്ത് പാകം ചെയ്യാൻ എടുത്തു വെക്കുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ബിസ്മി ഓതണേ. ബിസ്മി എന്നത് മഹാത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിലുള്ള മുഴുവൻ ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് മുഴുവൻ ബിസ്മിയിലുണ്ട്. ബിസ്മി കൊണ്ട് നടന്ന ഒരാളെ പ്രതികൂലം റസൂലുള്ളാഹി ഈസാ നബി അലൈഹി സ്വലാം അനുഭവം പറയുന്നു. ഈസാ നബി ഒരിക്കലും യാത്രക്കാരന. ഒരിക്കലും യാത്ര പോകുന്നതിന്റെ ഇടയിൽ ഈസാ നബിക്ക് പക്ഷികളോട് സംസാരിക്കും. നബിമാരെ പരിശോധിച്ചുകൊണ്ട് അവരോട് സംസാരിക്കും, അവർ പലരോട് സംസാരിക്കും. നബികളോട് നല്ല സംസാരിക്കാൻ അപ്പോ ഈസാ നബി പോകുമ്പോ ഒരു വിശദമായ സ്ഥലത്തെത്തിയപ്പോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ, ഞാൻ മാരകമായ വിഷമുള്ള പാമ്പാണ്, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പാമ്പാട്ടി. അയാളോട് പറയുന്നത് എല്ലാത്തിനെയും തെറ്റിദ്ധരിക്കരുത്, അയാൾക്ക് എന്നെ തൊട്ടാൽ വിശദീകരിക്കും, അയാൾ മരിച്ചു പോകുമെന്ന് അയാളോട് പറയാം. ഈസാ നബി അയാളോട് പറഞ്ഞു, അയാളെ കണ്ടു കൊട്ടേക്കുണ്ട്, പാമ്പിനെ കുറിക്കുന്ന ആളെ പാമ്പാട്ടാണ്. ഈ ഭാഗത്ത് വലിയ മാരകമായ വിഷമുള്ള പാമ്പാട്ടനെ കുറിക്കുന്നത്. ഈസാ നബിയുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അയാൾ അതേ സ്ഥലത്തുണ്ട് വിശ്രമിക്കുക.
ഈസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ പാമ്പന്റെ കൊണ്ടയുണ്ട്. അപ്പോൾ കൊട്ട തുറന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരു ചെറിയ കുട്ടിയെ പോലെ, ഒരു നാട്ടുകുടുങ്ങിയെ പോലെ പാമ്പ് പത്തി മടക്കിയിട്ട് ഇങ്ങനെ കടക്കുമ്പോ ഈസാ നബി ചോദിച്ചു, പറഞ്ഞിട്ടുണ്ട് വലിയ വിഷമുള്ള ഭയങ്കര ഗുരുവായിട്ട് നല്ല വിഷത്തോടെ പോയി. അപ്പോഴാണ് പാമ്പ് പറയുന്നത്, എന്നെക്കാൾ വിഷം ഇയാൾക്കാണ്, ഇയാൾ എന്നെ പിടിച്ചത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. ബിസ്മില്ലാഹി ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. മുത്തിനബി ജീവിതത്തിൽ ഓരോ ദിവസവും 3 പ്രാവശ്യം ചൊല്ലിയിരുന്ന ദിക്റാണ് ബിസ്മില്ലാഹി ലദീ, അല്ലാഹുവിന്റെ പേരുകൊണ്ട്, അല്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ, അല്ലാഹുവിന്റെ ഇസ്മു കൊണ്ട് ഒന്നും നമ്മളെ കാണാൻ പോയില്ല. 3 പ്രാവശ്യം ചൊല്ലിയാൽ, വൈകുന്നേരം 3 പ്രാവശ്യം ചൊല്ലിയാൽ അവന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ഒരു പ്രയാസങ്ങൾ മണ്ണിലേക്ക് വരില്ല. എന്റെ ഭാര്യ തെറ്റിപ്പോയി, ഒരു നിന്നെ വാട്ടാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചെല്ലാൻ പറഞ്ഞാൽ നീ ചെല്ലും. ഇത്രയും കാലം സ്വഭാവം എന്തൊക്കെ വേണ്ടാത്ത പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ആ ചെല്ലിയിട്ട് പാമ്പ് കൊത്താൻ വരുന്ന സമയത്ത് ആർക്കാണ് ഉപകാരപ്പെടുക? ഇതിന്റെ ആളുകൾക്കാണ്, വിസ്മിയുടെ ആളുകൾക്കാണ്. വിസ്മിയുടെ ആളുകൾക്കാണ് അത് ജീവിതത്തിൽ ശീലമാക്കിയ ആളുകൾക്ക്, അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലാകുന്ന ആളുകൾക്ക് ഫലം കിട്ടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ, നമ്മുടെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ കുർസി എന്ന് പറഞ്ഞാൽ ചേരല്ലേ, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അള്ളാഹു രാജാവാണ്, രാജാവിന്റെ ചേർക്കുന്ന സ്ഥലമാണ് എന്താ പറയുന്നത്? സിംഹാസനത്തിലെ ആയത്തുകളിലെ സിംഹാസനമാണ് ആയത്തുൽ കുർസി. അത് കൊണ്ട് നടന്നാൽ ആയത്തുൽ കുർസി മഹാത്ഭുതം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഈ ആയത്തുൽ കുർസി അതിന് പതിവാക്കിയ ആളുകൾക്ക് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുർസി പതിവാക്കുന്നയാൾ മരിക്കാൻ കാരണക്കാണ്. നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പൊറുക്ക് വൈകി നടക്കാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ആമന്നൂരി പതിവാക്കിയാൽ രാവിലെ വരെയും മലായികത്തിന്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്നാണ്. എപ്പോഴും നമ്മൾ ഓർമ്മയിലുണ്ടാകുന്നതായതാണ് 21-ാമത്തെ ആയത്തുണ്ട്. അല്ലാഹു തആല ഖുർആനിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരധ്യായത്തിലൂടെ. ഈ പാറക്കെട്ടുകൾ നമ്മൾ കാണുന്നില്ല. അല്ലാഹു തആല ഖുർആനെ പരിചയപ്പെടുത്താതെ ഈ ഗ്രന്ഥമെന്നാണ് നമ്മൾ ഇറക്കി വെച്ചത്. ഇവിടെ അത്ഭുതമായിട്ട് നമ്മൾ പറഞ്ഞ ഈ ഗ്രന്ഥത്തെ അല്ലാഹു പറയാണ് അതെങ്ങാനും പർവ്വതത്തിന്റെ മുകളിലാണ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ ഹബീബായ നബിയെ അത് പൊട്ടിത്തെറിച്ചു പോകുന്നത്, പടച്ചറപ്പിനെ പൊടിച്ചിട്ടത് പൊട്ടിത്തെറിച്ചു പോകുന്നത് കണ്ടിട്ട് കാണാൻ വഴിയായിരുന്നു. ഇപ്പൊ എവിടെയാണ് വെച്ചിട്ടുള്ളത്? നമ്മളെ കൽബ് പൊട്ടില്ല. ഇറക്കി വെച്ചതെങ്ങാനും സമുദ്ര പർവ്വതങ്ങൾക്ക് മുകളിലായിരുന്നെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് കാണാനുള്ളതാണ്. ഹബീബായ തങ്ങളുടെ യാത്രകളിൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ യാത്രയിൽ കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, നബിയെ സൗകര്യം ഒരുക്കി തരണം. അപ്പോഴാണ് നബി നമ്മളെ പർവ്വതം നോക്കുന്നത്. ആ പർവ്വതം നേരത്തെ പരിചയമുള്ളതാണ്, മുമ്പേ വന്ന് പറഞ്ഞ പർവ്വതമാണ്. നബിയെ ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഉച്ചയിൽ ഒരു വെള്ള സംഭരണിയുണ്ട്, അതിൽ വെള്ളമുണ്ട്, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടെന്ന് നേരത്തെ ഒരു യാത്രയിൽ ഹബീബായ തങ്ങളോട് പറഞ്ഞ പർവ്വതത്തിന്റെ താഴ്വരയിലാണ് വിടങ്ങളിരിക്കുന്നത്. വെള്ളം ആവശ്യപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, നബിയെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ ഈ പർവ്വതത്തിന്റെ മുകളിൽ ഇതിന്റെ ഉച്ചയിൽ വെള്ളമുണ്ട്. സഹാബത്തായി
സ്വഹാബത്താവേശത്തോടെ പർവ്വതത്തിന്റെ ഉച്ചിയിലേക്ക് കയറി പോവുകയാണ്. അതിന്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. അവർ തിരിച്ചറിഞ്ഞിട്ട് നബിയോട് പറയാണ്, അതിന്റെ മുകളിൽ വെള്ളമില്ല നബിയെ, വെള്ള സംഭരണിയുണ്ട്, വെള്ളം പറ്റിപ്പോയിട്ടുണ്ട് നബിയെ. നബിയുമായ തങ്ങൾ ജിബ്രീലിനെ വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം സമാഗതരാവുകയാണ്. അന്നന്ന് പറഞ്ഞതല്ലേ ഇതിന്റെ മുകളിൽ വെള്ളമുണ്ടെന്ന്. വെള്ളം എവിടെ പോയി ജിബ്രീൽ? നബിയുമായ തങ്ങളോട് ജിബ്രീൽ പറയാണ്, അങ്ങേക്കൊരു ആയത്തിറങ്ങുന്നത് വരെ ഇതിന്റെ മുകളിൽ വെള്ളമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരായത്തിറങ്ങിയപ്പോ അതിന്റെ മുകളിലുള്ള വെള്ളം പറ്റിപ്പോയതാണ്. ഏതാണ് ആയത്തെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽഹിജാറ. അല്ലാഹു തആല പറയാ, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയാണ്. മനുഷ്യന് പേടിയില്ല. ആർക്ക് പേടിയായി? കല്ലിനെ എന്തിനാടുന്നത്? നോമ്പോക്കല്ല മോശത്തിൽ ചെയ്തുകൊണ്ടോ? നരകത്തിന് ചൂട് കൂടാൻ. ഇത് കേട്ട അന്ന് മുതൽ കല്ല് വറ്റാൻ, കല്ലിൽ വെള്ളം വറ്റാൻ തുടങ്ങി. ഭൂമിയിലേക്ക് നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന പല കുറവുകളും അല്ലാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരിലാണ്. അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല, ഖുർആനിന്റെ ആശയം ഇറങ്ങുന്നില്ല, ഖുർആനിനോട് ഇഷ്ടം ഇറങ്ങുന്നില്ല. ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ യാസീൻ എന്നാണ്. ആ യാസീനിന്റെ പേര് ഖൈറുൽ ഖുർആൻ എന്നാണ്. ഹൃദയത്തിന്റെ ഖുർആനിന്റെ ഹൃദയമാകുമെന്നാണ്. അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ആളുകൾക്ക് എവിടെയും പരാജയപ്പെടേണ്ടി വന്നില്ല. യാസീനെ പ്രത്യേകതയോ? യാസീൻ ലിമാ ഖുലിഅ ലഹു. എന്തിനാണോ യാസീൻ ഓതുന്നത് അതിനാണ് ഒരാവശ്യമുണ്ടായി. ഉടനെ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അതിനാണ് അൽ ഫാത്തിഹ വിളിക്കുന്നത്. ഫാത്തിഹയ്ക്ക് ശേഷം യാസീൻ ഓതുന്നത്. യാസീൻ ഓതി ദുആ ചെയ്താൽ എന്താവശ്യമാണോ ചോദിക്കുന്നത് അത് നിറവേറ്റപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ. ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തിൽ വിളിക്കുന്ന ഒരു അധ്യായമുണ്ട്. ഇതേ അധ്യായമാണെന്നറിയോ? നമ്മളെ പട്ടിക്കാട്ടിലേക്ക് നോക്കിയാൽ ഇന്നലകളിൽ നമ്മൾ ആരോഗ്യമാക്കിയത്, സദസ്സുകളിൽ പരമായി പറഞ്ഞവർ, നമ്മളെ പള്ളിയെ ഗണ്യമാക്കിയവർ, സാഹിത്യങ്ങൾ, മുദ്രകൾ, പണക്കാർ, സമ്പന്നർ, ഇങ്ങനെ തറവാട്ടിലുള്ള ആളുകൾ എല്ലാവരും മറ്റത്ത് കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. അങ്ങനെ ചെന്നാൽ നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സുഹൃത്ത് ഖുർആനിലുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത് സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിത്യവും മഗ്‌രിബിന് ശേഷം രാത്രിയിൽ പാരായണം ചെയ്താൽ ഖബറിൽ അയാളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ അയാളെ ഖബറിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ അല്ലാഹുവിനോട് സൂറത്തിൽ കൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇന്ന് മുതൽ ആരംഭിക്കണം നമ്മൾ സൂറത്തുകൾക്ക് പാരായണം ചെയ്യാം. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയയുടെ പൈസ സമ്പത്തുണ്ടാവും. ഒരാളുടെ ഓതാൻ പറയും, പൈസ കിട്ടുന്നുണ്ടോ? യൂട്യൂബിനടുത്ത് കഴിയും. ഇപ്പൊ യൂട്യൂബിലുണ്ടല്ലോ, ഇതോതിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇതോതിയാൽ നിങ്ങൾ കടം തീർന്നു. ഒരു കടം തീരാൻ വേണ്ടിയാണ് പറഞ്ഞത്. മനസ്സിലാക്കാൻ ഇതോതിയാൽ മനസ്സിലായി. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താം. അപ്പൊ നിങ്ങൾ നോക്കും, ഒരു 10 വട്ടം കേട്ടില്ല. സൂറത്തുൽ വാഖിയ ഓതിയാൽ പൈസ കിട്ടുന്നില്ലെങ്കിൽ കേട്ടാല് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയുടെ അകത്ത് ഒരു മനുഷ്യന്റെ ഐശ്വര്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും സ്വന്തം വിശദീകരിക്കും. അത് നിത്യമായി പാരായണം ചെയ്യുന്നവന്റെ മനസ്സിന് ഇണക്കം, സങ്കടം ഇല്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല, കോടിക്കണക്കിനായ പൈസ എന്നല്ല, ഉള്ളതിൽ സംതൃപ്തി. കിട്ടിയത് മുഴുവനും എവിടെ കൊണ്ടുപോയി കിട്ടേണ്ടി വരില്ല. കിട്ടുന്നത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കിട്ടുന്നത് മുഴുവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ വരില്ല. അങ്ങനെ അവസ്ഥ വരുന്നത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കൊണ്ടാണ്. ആദ്യം തീരുമാനം വിജയത്തൊന്നും പറ്റില്ല, എന്റെ കയ്യിൽ ഓട്ടയാണ് എന്നിട്ടൊക്കെ പോകും. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ നമ്മൾ ഉണ്ടാക്കുകയും അങ്ങനെ മനസ്സിൽ വെക്കുകയും എല്ലാം നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുകയും അങ്ങനെ ആ മനസ്സിലൊരു മാറ്റം ഉണ്ടാകും. സൂറത്തുൽ വാഖിയ എന്നും പാരായണം ചെയ്താൽ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തിനോടടുത്തപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് ശരിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കട്ടെ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, വേണ്ട, എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്ന അത്ഭുതമായ അനവധി സംഭവങ്ങളുണ്ട്. ഞാൻ സുദീർഘമായി പറയുകയല്ല, സമയം അവസാനിക്കുകയാണ്. നിത്യമായി നമ്മളോട് കബറിൽ രക്ഷപ്പെട്ടു നമ്മുടെ അമ്മാക്കും ബാപ്പാക്കും സൂറത്തുകൾ സുന്നത്ത് ഒരു വാക്കുകളിൽ വളരെ അറിയപ്പെട്ട 200ഓളം കിതാബുകൾ എഴുതിയ മഹാനായ ഇമാമാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി. മഹാനവരുകൾ ഒരു ദിവസം മഹാനവരുടെ സ്വഭാവമായ പള്ളിക്കാട്ടിൽ വെള്ളിയാഴ്ച അവിടെ നിന്ന് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു ഖബർസ്ഥാനിൽ കിടക്കുമ്പോൾ ഒരു സ്വപ്നം അദ്ദേഹം കിതാബുകൾ എഴുതിയിരിക്കുന്ന അനുഭവം പറയുന്നുണ്ട്. ഒരു ഖബർസ്ഥാനിൽ കിടക്കുമ്പോൾ ഒരു മയ്യത്ത് കാണുകയാണ്. അവരുടെ മാരകമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു മയ്യത്ത്. രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ഇത് അന്വേഷിച്ച് പോയി ആരപ്പാണ്. അപ്പൊ പറഞ്ഞു, പള്ളികൾക്ക് താമസിക്കുന്ന ആ ചെക്കപ്പലിയുള്ള അയാളുടേതായിരുന്നു. അവിടെ ഭാര്യയും 2 പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ. യൂസുഫ് നബി തങ്ങൾ പോയി കഥകളി, നിങ്ങളുടെ വാപ്പ അവർക്ക് മാരകമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് സ്വപ്നത്തിൽ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പിന്നീട് മാസങ്ങൾക്ക് ശേഷം യൂസുഫ് നബി തങ്ങൾ അതേ ഖബർസ്ഥാനിൽ കൊണ്ട് കിടക്കുമ്പോഴാണ് ഈ 2 കുട്ടികളുടെ പിതാവ് കാശ് ധരിപ്പിക്കപ്പെട്ട് കിരീടം ധരിപ്പിക്കപ്പെട്ട് കൈകാലുകളിൽ ആഭരണങ്ങൾ ധരിപ്പിക്കപ്പെട്ട് സ്വർഗീയമായ ആരാമങ്ങളിൽ ആർക്കും രസിച്ച് സന്തോഷിച്ചിട്ട് ഓടി നടക്കുന്നത് കണ്ടപ്പോ യൂസുഫ് നബിയോട് ചോദിച്ചിട്ടുണ്ടറിയോ, മനസ്സിലായി നിങ്ങളെങ്ങനെ ഈ അവസ്ഥയിലെത്തി? കുട്ടികളോട് ചോദിച്ചോട്ടെ പറ്റില്ല. ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഖബർസ്ഥാനിൽ നിന്നിറങ്ങി അവിടെ വീട്ടിൽ ചെല്ലാൻ വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങളെ വാപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ അദ്ദേഹം പറഞ്ഞു, യൂസുഫ് നബി തങ്ങളെ നിങ്ങളൊന്ന് പറഞ്ഞത് മുതൽ ഞങ്ങൾ നാമിനുടിയായ ഖുർആനാണ്, വാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഖുർആനാണ്, ഖുർആനോട് ഹദിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വെളിച്ചം വാപ്പയ്ക്ക് കബറിൽ കിട്ടിയിട്ടുണ്ട്, അല്ലാഹു സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാലത്തൊക്കെ ആരെങ്കിലും ചെയ്തിട്ട് കിട്ടുന്ന ചിന്തിക്കുന്നത് നമ്മൾക്കുണ്ടോ നമ്മളെ ചെയ്യും. കാരണം ചെയ്താലും കബറിൽ കിട്ടൂല എന്ന് ബാധിക്കുന്ന വിഭാഗങ്ങളാണ് മനുഷ്യന് ചെയ്തത് മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാർ ചെയ്ത കുറ്റം എന്റെ പേരിൽ ചാത്തപ്പെടുകയാണ്. ഹദിയ ചെയ്താൽ കൊടുക്കൂലാണോ, ദുആ ചെയ്താൽ ഉത്തരപ്പെട്ടില്ല എന്നൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിന്റെ 2ാം ഭാഗത്തിന്റെ 3ാം പേജിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരാൾ ഖുർആൻ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ ഔസി മിസ്ല തവാബി മാ ഖറഅനാഹു മിൻ ഖറാഅത്തു മിനൽ ഖുർആനിൽ അദീം എന്ന് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തിനനുസരിച്ച് ഈ ഓതിയതിന്റെ സവാബ് അവന്റെ ഖബറിൽ എത്തുമെന്ന് ഇമാം ശാഫിഈ തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിന്റെ 2ാം ഭാഗത്തിൽ ഉദ്ധരിക്കുന്നത് കിട്ടുമെന്ന കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിർവഹിച്ചു പോയ വിശുദ്ധമായ ഖുർആനിലെ യാസീൻ മുഴുവൻ പോലെയുള്ള സൂറത്തുകളോട് നമുക്ക് അസത്യമായ ബന്ധം സ്ഥാപിക്കുക. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാം വളരെ എളുപ്പമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഇത്ര ചെറിയ സൂറത്ത് എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 3 വട്ടം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പോലെയാണ്. ഖത്തം വെച്ചാൽ 3 ഓതിയാൽ മതി. ഇല്ലേ, ഇത് 1000 പോയി കാറാണ് ഒന്നാം ആരക്കാർ മതിയോ? അത് പോയി 1000 തന്നെ വേണം. അല്ലേ, ഒരു ഖത്തം തീർച്ചയായിട്ടും എന്റെ ഖത്തം തന്നെ വേണം. പക്ഷെ 3 വട്ടം ഓതിയാൽ ഒരു ഖുർആൻ മുഴുവൻ ഓതിയതിന്റെ കൂലി കിട്ടുന്നത് അയാൾ ഇതിന്റെ പവർ. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോഴേ സഅദ് റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് മലക്കുകൾ കാണുന്നതാണ്. നബിതങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കാരണത്തിന് വേണ്ടി ആശിക്കുകൾ കൊണ്ടു മലക്കുകൾ ഇറങ്ങിയിട്ട് എനിക്ക് 4 കിട്ടാൻ സ്ഥലം കാണില്ല. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം സഅദിനെ കുറിച്ച് വാചാലമായി സംസാരിക്കും. റസൂൽ ചോദിച്ചു,
ചോദ്യത്തെ സയത്തിലറിയോ? സയത്തോ? ഞങ്ങളുടെ നാട്ടിൽ പ്രസിദ്ധനാണ് സയദ്. എവിടെ? വാനലോകത്ത് മലക്കുകൾക്കിടയിൽ ഈ സയദ് ബിൻ മുആദ് പ്രസിദ്ധനാണ്. സയദ് ബിൻ മുആദ് പ്രസിദ്ധനാണ്. എന്താ 30 വയസ്സിൽ മുസ്ലിമായി, 38 വയസ്സിൽ മരിച്ചു. ജീവിച്ച വർഷത്തെ മുസ്ലിമായിട്ട് നിലകൊണ്ട വർഷത്തെ 5 കൊല്ലം. ഈ 5 കൊല്ലം ആരായി? ജിബ്രീൽ അലൈഹിസ്സലാം പോലും വാഴ്ത്താൻ മാത്രം വലിയ മഹാനായി മാറി. അദ്ദേഹത്തെ കുറിച്ച് വാചാരമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് സയദിന്റെ പ്രത്യേകത? സയദ് സൂറത്തുൽ ഇഖ്ലാസ് ഏത് സമയത്തും നാവിൻകും ബന്ധ സൂറത്തുൽ ഇഖ്ലാസാണ്. നബി തങ്ങൾ ചില ഹദീസുകൾ പറഞ്ഞതാണ്. കാരണം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, 11 പ്രാവശ്യം പാരായണം ചെയ്താൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കും. 11 കൊട്ടാരം. പിന്നെ 11 കൊല്ലം 22,000 കൊട്ടാരം. ഉമർ റളിയല്ലാഹു ചോദിച്ചത് അതാണ്. അങ്ങനെയാണെങ്കിൽ കൊട്ടാരങ്ങളിൽ തന്റെ കാലങ്ങളിൽ ഞങ്ങൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, ഉമർ അല്ലാഹു തആല അവൻ എത്ര കൊടുത്താലും പറയാത്തവരാണ്. നിങ്ങൾ അധികരിപ്പിച്ചാൽ അല്ലാഹു അധികരിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ് മരണവേളയിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഈ ജീവിക്കുന്ന കാലത്തൊക്കെ നമ്മൾ വൈകാരിക്കാരൻ കൂടെ നടക്കുന്നവരാണ് വൈകൽപ്പിക്കുന്നവരാണ്. തെറ്റായ ചിന്തകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ, തെറ്റായ സംസാരങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നടത്തുമ്പോ ഏതെങ്കിലും ചില നിമിഷങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഈമാനികമായ ആവേശത്തിൽ നമ്മൾ ചൊല്ലുന്നത് കാരണമായി ഇബ്ലീസ് ഓടി വിളിച്ചേക്കാം. എന്നാൽ മനുഷ്യനെ ഇബ്ലീസ് പ്രയത്നിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന സമയങ്ങൾ ഓടുകയാണ്. ആ സമയത്ത് ഇബ്ലീസിന്റെ ആത്മീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരേ ഒരായിരം മുഅ്മിനീങ്ങളെ, ഒരേ ഒരായിരം ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ഇഖ്ലാസ് പോലെയുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിലെ മറ്റു സൂറത്തുകളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ധന്യമാക്കണേ ഖുർആനോദനെ. ഒരു ദിവസത്തിൽ 100 ആയത്തെങ്കിലും ഓടുന്ന പതിവ് നമുക്കുണ്ടാകണേ. അങ്ങനെ ഖുർആനോദുന്നവരെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഖുർആനോദുന്ന വിശ്വാസിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അവൻ ഓറഞ്ച് പോലെയാണ്. ഖുർആനോദുന്ന വിശ്വാസി ഓറഞ്ച് പോലെയാണ്. അതിന്റെ പുറം മണമുള്ളതാണ്, അകം രുചിയുള്ളതാണ്. ഖുർആൻ ഓടാത്ത വിശ്വാസി ഹബീബായ തങ്ങൾ പറയാൻ കാര്യം പോലെയാണ്. ഉണ്ട് രുചിയുണ്ട്, പുറത്തേക്ക് മണമില്ല. പുറത്തേക്ക് മണം വരുന്നത്. അതുകൊണ്ട് ഉണ്ട് രുചിയുള്ള, പുറത്തേക്കും അകത്തേക്കും ഒരുപോലെ സുഗന്ധം അടിച്ചു വീശുന്ന, ഒരേപോലെ പ്രബലത്തുന്ന വിശ്വാസത്തിന്റെ പ്രബലത്തുന്ന സന്തോഷമുള്ളവരായി നമ്മൾ മാറണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഖുർആൻ കയ്യിലെടുക്കണേ, ഖുർആൻ ഏറ്റെടുക്കണേ. ഓടാൻ അറിയാത്തവർ നോക്കിയിരുന്നിട്ടെങ്കിലും അറിയുന്ന സൂറത്തെങ്കിലും ഓടിയിട്ടെങ്കിലും അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഓടാനുള്ള സൗകര്യങ്ങളുണ്ട്, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വീട്ടിലെ ചെറിയ മക്കൾ ഖുർആനോടുമ്പോ അടുത്തിരുന്ന് അവർ അക്ഷരങ്ങൾ മൊഴിയുന്നത് കണ്ടിട്ട് കുഞ്ഞുമക്കൾ മൊബൈൽ ഉപയോഗിക്കുമ്പോ അതിന് ഓരോരോ ഓപ്ഷൻസുകൾ എടുക്കുന്നത് നമ്മൾ നോക്കി നിന്നിട്ട് പഠിക്കാറുണ്ടല്ലോ. കുട്ടികൾ ഖുർആനോടുന്നത് നോക്കി നിന്ന് പഠിക്കുമ്പോ നമ്മൾ അവരിൽ നിന്നൊന്നും പഠിക്കേണ്ടവരല്ല. ഏത് കുട്ടിയാണോ പഠിക്കാൻ കഴിയുന്നത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കണേ. അമ്മമാരെ പഠിക്കണേ. പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ കീഴിൽ ലഭ്യമാകാനുള്ളതാണ്. അങ്ങനെ ഖുർആൻ സ്നേഹിച്ച് അവസാനം ഖുർആൻ കയ്യിലെത്തി മഹാന്മാർ അവസാനം ഖുർആൻ കബറിൽ വെച്ച് പാരായണം ചെയ്തതുപോലെ വിശുദ്ധമായ ഖുർആൻ കബറിൽ വെച്ചും പാരായണം ചെയ്യാൻ നമുക്ക് കഴിയാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി